पति ब्रह्मचारी। तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी। कैसी है ये दास्तां, ये दास्तां। നേരെ നോക്കി നടക്കാൻ അറിയില്ലേ? അല്ലത് എന്റെ തെറ്റൊന്നുമില്ല. ആ സ്ത്രീ പെട്ടെന്ന് സൈഡിൽ കൂടെ പോയപ്പോ. അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ നീ തെറ്റൊന്നും ചെയ്യില്ലല്ലോ. എല്ലാം ബാക്കിയുള്ളവരുടെ അല്ലേ? കാരണം നീ ഭയങ്കര മിടുക്കനല്ലേ? അതെ, നിനക്കൊന്നും മിണ്ടാതെ പുറത്തു പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്തായാലും കുറച്ചു ദിവസം കൂടി സഹിച്ചാ മതിയല്ലോ. പിന്നെ എന്നേക്കും ഈ ഗുണ്ടയിൽ നിന്നൊരു മോചനം കിട്ടും. അപ്പൊ തനിക്ക് നോക്കി നടക്കാൻ അറിയില്ലല്ലേ? ഹലോ മാഡം, നമസ്കാരം. കുറെ ആയല്ലോ കണ്ടിട്ട്. മോളെ, മാഡത്തിന് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കും. വരൂ. രോഹൻ എന്താ ഇതുവരെയും വരാത്തെ? അവൻ ഒരിക്കലും ഇത്രയും വൈകാറില്ലല്ലോ. ഈശയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ റോഹന്റെ ഫോണിലൂടെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. സോറി ഈഷ, ഐ എം ഇൻ കോളേജ്. സ്റ്റുഡൻസ് കൗൺസിലിന്റെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഐ കാൻ മേക്ക് ഇറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ. രണ്ട് മിടുക്കന്മാരും ഇവിടെ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് കോംപ്ലിമെന്റ് കൊടുക്കണമെന്ന് അറിയില്ലല്ലോ. റിപ്ലൈ ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അയ്യോ, മെസ്സേജ് ഞാൻ റീഡ് ചെയ്തല്ലോ. ഇനിയും മിണ്ടാതിരുന്ന അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഹലോ ബ്രോ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ ഗേൾ ഫ്രണ്ട് ഈ റെഡിമെയ്ഡ് ഷോപ്പിൽ പോയിട്ട് പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തരാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത്? അത് പല പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോ ആ കുട്ടിയുടെ നേച്ചർ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത്, പയ്യൻ ആ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണോ അല്ലയോ, പെൺകുട്ടി അവന്റെ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും. മതി, ഇത്രയും വലിയ പ്രസംഗമൊന്നും വേണ്ട, ചെറുതായിട്ട് പറഞ്ഞാൽ മതി. അത് ഏറ്റില്ലെങ്കിലോ? അതുകൊണ്ട് ഇങ്ങനത്തെ ടൈമിൽ എപ്പോഴും എന്തെങ്കിലും ഇമോജി അയക്കുന്നതാണ് നല്ലത്. ഇമോജിയോ? ഓക്കെ, താങ്ക് യു.
അല്ല എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്നപ്പോഴെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണോണ്ടിരിക്കുക അവിടെ ഇവിടെ കേട്ട്. ഇത് എന്ത് തരം ബ്ലൗസ് ആണ്? എന്ത് തരം എന്ന് ചോദിച്ചാ ഡീപ് ബാക്ക്ലെസ് ബ്ലൗസാ. താങ്ക്സ്. ഞാൻ ടൈപ്പ് അല്ല ചോദിച്ചത്. ഇത് പക്ഷേ എന്തോ പോലെ തോന്നില്ലേ? അതെന്താ അങ്ങനെ? ഇതിപ്പോ മുതുക് മുഴുവൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. വേറൊന്നുമല്ല. അല്ല, വേറെ ഏതെങ്കിലും ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ എന്നെ ഇങ്ങനെയുള്ള ബ്ലൗസ് ഇട്ട് വേറെ ആരെങ്കിലും കാണുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇല്ല. അതെന്താ? ഇന്നെന്താ എന്റെ കാര്യത്തില് ഓവർ പ്രൊട്ടക്റ്റീവ് ആവാൻ കാരണം? ഐ എം ഫ്ലാറ്റേഡ്. നിന്റെ ഈ പുതിയ സ്റ്റൈൽ ആദ്യമായിട്ടാ കാണുന്നത്. तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ. ആ വായൊന്ന് അടച്ചോടി. അയ്യോ. നിക്ക്. പിടിച്ചണിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തനിയെ എണീറ്റോളാം. നിന്നെ പിടിച്ചെണിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. ഇതെടുക്കാനാ. അതെ, രോഹന എന്തായാലും കാണുന്നില്ല. നീ ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചെന്നേ. എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല. ബ്രഹ്മചര്യ വ്രതം പോലെ തന്നെ ഷർവാണി ഇടില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ടോ? നിനക്കറിയാലോ, അച്ഛൻ നിന്നെ എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നെ. അറിയാം. ഓ, അപ്പൊ നിനക്ക് നീ പറഞ്ഞ ഡയലോഗ് ഓർമ്മ കാണുമല്ലോ, ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറില്ലാന്ന്. ഇതൊക്കെ 2-3 ജന്മം മുമ്പുള്ള കാര്യമൊന്നുമല്ലല്ലോ. 2-3 ദിവസം മുമ്പുള്ള കാര്യമല്ലേ? ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് എന്നെ സഹായിച്ചാലെന്താ? അല്ലെങ്കിൽ അച്ഛന്റെ പുറകെ എപ്പോഴും നടക്കുമല്ലോ മുതലാളി മുതലാളി എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്താൽ എന്താ? അച്ഛൻ പറയുന്ന എന്ത് നിനക്ക് അനുസരിക്കാലോ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മകള് പറയുന്ന അനുസരിച്ചാൽ എന്താ? മനസ്സിലായോ? എന്താ ഞാൻ ചെന്ന് പറയട്ടെ? വേഗം തീരുമാനിച്ചോ, എന്താ വേണ്ടേ? ഭയങ്കരനൊരു ബ്രഹ്മചാരി. अजब है कहानी, गजब है ആദ്യമായിട്ടാ മനുഷ്യനെ പോലെ തോന്നുന്നേ. रिश्ता ये कैसा, किसी ने न जाना. अलग है मिजाज एक दूजे से बिल्कुल, पर चल रहा कारवां, ये कारवां. കുറച്ച് വിട്ടു നിൽക്കാൻ പറഞ്ഞല്ലേ? എന്താ അവനവനെ തന്നെ വിശ്വാസമില്ലേ? മതിയല്ലോ. ഇനി എനിക്കിത് കഴിച്ചു മാറ്റാലോ. എടോ, എന്തൊരു ആറ്റിറ്റ്യൂഡാ ഇവന്. ബ്രഹ്മചാരി ആയത് നന്നായി. അല്ലെങ്കിൽ ഏത് പെൺകൊച്ചാണോ ഇവനെ കെട്ടുന്നത്, അവളുടെ ജീവിതം നാശമായനെ. വൃത്തികിട്ട ഗുണ്ട. ഈ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെച്ചേക്ക്. ആരാ അവിടെ ഉള്ളേ? ഇങ്ങ് വന്നേ.
അല്ലെങ്കിൽ സ്വന്തം കാലിൽ നേരെ നിൽക്കാൻ തന്നെ വശമില്ല. അപ്പോഴാ സാധനങ്ങൾ എടുക്കാൻ പോകുന്നത്. അതെ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കൂ. കഴിയുന്നത്ര വേഗം വീട്ടിലേക്ക് വരണം. അല്ല, അപ്പോഴേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുവെക്കണേ. വിൻഡോ അടക്കം തുറന്നിട്ടിട്ടാ പോകുന്നേ. രോഹന്റെ ഫോണല്ലേ? എന്താ ഇതാണോ തെരയുന്നേ? ഇതെടുക്കാൻ വേണ്ടിയല്ലേ വന്നേ? ഏത് ടൈപ്പ് എന്ന് ചോദിച്ചാ ഡീപ് ബാക്ക്ലെസ് ബ്ലൗസാ ഇത്. രോഹന്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിലെത്തിയേ? ഈഷ അവളുടെ മൂഢ സ്വർഗത്തിൽ തന്നെ ജീവിക്കട്ടെ. അവള് കിട്ടാൻ പോകുന്നത് രോഹനെ തന്നെയാണെന്നും കരുതിക്കോട്ടെ. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. രോഹന്റെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നേന്ന്? അത് ഈ ഫോൺ ആക്ച്വലി എനിക്ക് ആ കടയുടെ പുറത്തുനിന്ന് കിട്ടിയതാ. ആരുടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് കൊടുക്കാന്ന് കരുതി കൈ തന്നെ വെച്ചതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഫോൺ ആരുടേതാണെന്ന് നിനക്കറിയോ? എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നല്ലോ. രോഹന്റെ ഫോൺ എങ്ങനെയാ ഷോപ്പിന്റെ മുന്നിൽ വന്നേ? എനിക്കിപ്പോ തന്നെ കോളേജിലേക്ക് പോണം. എന്തിന്? രോഹൻ കോളേജിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പോണം. വണ്ടി എടുക്ക. അത് വേണ്ട, ഈ ഫോണ് ഞാൻ തന്നെ രോഹന് കൊടുത്തിട്ട് വരാം. പിന്നെ എനിക്ക് വീട് വരെ ഒന്ന് പോകണമായിരുന്നു, ചെറിയൊരു അത്യാവശ്യമുണ്ട്. ശരി, നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം. അതിനവൻ കോളേജിൽ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളവിടെ ചെന്ന ആകെ പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാനും കൂടെ വരാം. ദേവ്, ദേവ്, രോഹൻ ഇന്ന് കോളേജിൽ വന്നോ? രോഹനോ? അവനൊന്നും വന്നേ ഇല്ലല്ലോ. അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല, ഫോണും എടുക്കുന്നില്ല. ഇഷ, രോഹൻ, നീ രാവിലെ മുതൽ എവിടെയായിരുന്നു? പിന്നെ നിന്റെ ഫോൺ എവിടെ? നിന്റെ ഫോൺ എവിടെ? എന്തിനാ നീ ടെൻഷൻ ആവുന്നേ? നിനക്ക് എന്ത് പറ്റി? രോഹൻ, നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ കാണും. എന്നാൽ ഫോൺ എന്റെ കയ്യിലാ ഉള്ളത്. നിന്റെ കയ്യില് എങ്ങനെ നിന്റെ കയ്യിലെത്തി? ആ, ഇപ്പോഴാ മനസ്സിലായേ. ഞാനേ നിനക്കൊരു സർപ്രൈസ് അറിയാൻ ഇരിക്കുകയായിരുന്നു. ഷോപ്പിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. പക്ഷെ അത്യാവശ്യമായിട്ട് എനിക്കൊരിടത്ത് പോകേണ്ടി വന്നു. അപ്പൊ അവിടെ വെച്ച് വീണതായിരിക്കും. നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം. റോഹന്റെ ഫോൺ ഇഷയുടെ കയ്യിൽ കിട്ടി. അവളിപ്പോൾ അവനെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോവാ. റോഹന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് എത്തിക്കാം. ഞാനും കൂടെ വരാം. അല്ല, പൊതുവെ നിനക്ക് ഓക്സിജനേക്കാളും അത്യാവശ്യം നിന്റെ ഫോണായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഇത്രയും നേരമായിട്ട് ഫോൺ കയ്യിലില്ലാതിരുന്നിട്ടും നീ ഇത്ര ചില്ലായിരിക്കുന്നല്ലോ. അതിലെന്തോ കുഴപ്പം തോന്നുന്നില്ലേ? രോഹൻ, നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ?
ഇവരെന്താ സൈലന്റ് ഫിലിമിലെ ഹീറോ ആണോ? നിന്റെ കയ്യിൽ പറയാൻ ഉത്തരമില്ല, അതുകൊണ്ട് നീ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്, ചുമ്മാ സമയം കളയാതെ. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. ഡീ, ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ ലൈബ്രറിയിലായിരുന്നു. പിന്നെ വീട്ടിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളായതുകൊണ്ട് ഫോൺ തരാനൊക്കെ എവിടെ സമയം. അച്ഛൻ അർജന്റായി വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. ബൈ. രോഹൻ, രോഹൻ നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ സംശയമൊക്കെ തീർന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. പെട്ടെന്ന് വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്. നിന്നെ കണ്ടിട്ട് ഒരുപാട് ജോലി ഉള്ളതായൊന്നും തോന്നുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. രോഹൻ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. സൂരജേട്ടൻ വന്നു. സൂരജേട്ടൻ വന്നു. എനിക്ക് വേണം, എനിക്ക് വേണം. ബഹളം ഉണ്ടാക്കല്ലേ? ആ, സൂരജേട്ടൻ സൂപ്പർ. സൂരജേട്ടൻ സിന്ദാബാദ്. അച്ഛൻ എന്നെ നേരിട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്താ കാര്യം നിങ്ങൾക്കറിയോ? ഞങ്ങൾക്കറിയില്ല. ശരി. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? നോക്ക്, ചേട്ടാ മുടിയൊക്കെ ഒന്ന് നേരെ ചെയ്ത് എന്താ പോലെ ശരി ശരി. മതി മതി മതി, അത്രയ്ക്കൊന്നും വേണ്ട. മതി മതി, മതി, മതി. അത്രയ്ക്കൊന്നും വേണ്ട. ആ മതി. അല്ലെങ്കിൽ തന്നെ അച്ഛൻ വിളിച്ചിട്ട് ഒരുപാട് നേരമായി. ആ ഇപ്രാവശ്യം ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ശരി, വാ വാ. നിക്ക് നിക്ക്, ഒരു മിനിറ്റ്. എന്തത് മാറുന്നുണ്ട്? ഹാവൂ, എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അതെ അനിയ, എനിക്ക് നിന്നോട് പറഞ്ഞ തീരില്ല. എന്റെ മനസ്സിൽ ഇത്രയും നാളുണ്ടായിരുന്ന വലിയൊരു ഭാരമാണ് നീ ഇറക്കി വെച്ചത്. എന്താ ഇത് ചേട്ടത്തി, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ചെല്ല്. അതിപ്പോ അച്ഛാ, എന്തിനാ അച്ഛനെ വിളിച്ചേ? പ്രിയമോളെ പെണ്ണ് കാണാൻ പയ്യന്റെ വീട്ടുകാർ വരുന്നുണ്ട്. ആ സമയത്ത് നീ അവരുടെയൊക്കെ മുന്നിൽ റിയയുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കണം. പിന്നൊരു കാര്യം, ഒരാളായിട്ട് മാത്രമേ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇത് പറയാനായിട്ടാണോ അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ പറഞ്ഞു മുഴുവനാക്കിയിട്ടില്ല. പയ്യനും അവന്റെ വീട്ടുകാരും ഒക്കെ വലിയ ആൾക്കാരാ, മാന്യന്മാരാ. അതുകൊണ്ട് തന്നെ അവര് റിയമോളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നാളെയാ അവര് വരുന്നേ. പക്ഷെ അച്ഛനും മകനും തമ്മിലുള്ള വടംവലിക്കിടയിൽ മോളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി പോകരുത്. അതുകൊണ്ട് നാളെ നമ്മൾ രണ്ടുപേരും ചെറുതായിട്ടൊരു നാടകം കളിക്കണം. നാടകം? നല്ല അച്ഛനും മകനുമായിട്ടൊന്ന് അഭിനയിക്കണമെന്ന്. കാരണം നിനക്കറിയാലോ, നമുക്കിടയിലുണ്ടായിട്ടുള്ള ഈ അകലം അത് അവൾക്ക് കിട്ടുന്ന നല്ല ബന്ധത്തെ ബാധിക്കരുത്. ശരി, അഭിനയിക്കണമെങ്കിൽ അങ്ങനെ. കുറച്ച് സമയമെങ്കിലും അച്ഛൻ എന്നോട് നന്നായിട്ട് സംസാരിക്കുമല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം.
അച്ഛൻ എന്തായാലും എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അച്ഛനെ കുറിച്ച് പ്രാക്ടീസ് വേണ്ടി വരില്ലേ? എന്നാലല്ലേ പെർഫെക്ഷൻ കിട്ടുമോ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കുട്ടിക്കാലത്ത് പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രാക്ടീസ് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? മുൻപൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോ അച്ഛൻ എന്റെ തലയിൽ തലോടാറില്ലേ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അന്ന് ഞാൻ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുമ്പോ അച്ഛന്റെ തോളത്ത് കൈവയ്ക്കുമായിരുന്നു, തട്ടുമായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. പക്ഷെ ഒരു കണക്കിന് ഈ ഓർമ്മകളൊക്കെ വളരെ പഴഞ്ചനായി പോയല്ലേ? വേണമെങ്കിൽ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു നോക്കാം. പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ അച്ഛന്റെ കവിൾ പിടിച്ചതുള്ളില്ലേ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നാടകം നാളെ കളിച്ചാൽ മതി, ഇന്ന് വേണ്ട. എന്റെ ഹൽദിക്കുള്ള ഡ്രസ് എനിക്ക് ശരിക്കും ഇഷ്ടമായി. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കളറായത്. എന്തൊരു സന്തോഷം ഇത്. നോക്കിയേ, ഇത് ഫോട്ടോസിലൊക്കെ കാണാൻ നല്ല രസാവില്ലേ? ആ ശരി ശരി, ഞാൻ വിളിക്കാം. ആ അമ്മേ, അമ്മേ വാ വാ, അത് ഇങ്ങോട്ട് വയ്ക്കാം. ആ തുറക്കാം. രാമ 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 എന്താ കൊണ്ടുവന്ന് നോക്കി? രാമ 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 രാമ. വേലക്കാരൊക്കെ ഇവിടെ ഉള്ളതാ. അവരുടെ കണ്ണിനെ ശക്തിയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. രണ്ടും ഏത് വഴിക്കാണെങ്കിലും ചതിക്കും. നിനക്കാണെങ്കിലും പെരുവഴിയിലും പണപ്പെട്ടി തുറന്നിരിക്കാൻ മടിക്കില്ല. വലിയ ആളുകളാണെങ്കിലും ചിന്ത എത്ര ചെറുതാ. നോക്കുമോനെ, നിന്റെ കണ്ണുകൾ കുറുക്കന്റെ കണ്ണുപോലെയല്ലേ? നീ എന്ത് കൊണ്ടുപോന്നാലും അത് 1-ാം നമ്പർ സാധനമായിരിക്കും. ആ ശരി, എന്തായാലും അമ്മയ്ക്ക് കൊണ്ടുവന്ന് എന്താണെന്ന് നോക്കുമല്ലോ. നോക്കി, വേറൊന്നുമല്ല, കല്യാണ പെണ്ണിന്റെ മുത്തശ്ശിയും മറ്റാരെക്കാളും മോശമാവാൻ പാടില്ല, അല്ലേ? അമ്മേ, അമ്മയുടെ അനുഗ്രഹമാണ് ഐശ്വര്യത്തിന്റെ രൂപത്തിൽ ഈ കുടുംബത്തിൽ മുഴുവനും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് എനിക്ക് ഇൻഡോറിലെ പാൻ മസാലയുടെ കിങ് ആവാൻ സാധിക്കുകയും ചെയ്തത്. ഇനിയിപ്പോ ഈ കല്യാണം കൂടെ കഴിഞ്ഞാലോ, രാഷ്ട്രീയത്തിനും കൂടി കാലെടുത്ത് വെക്കാൻ പോവാ. അമ്മ ഒക്കെ കണ്ടോ, ഞാൻ ആലോചിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും. ഈ കല്യാണത്തോടു കൂടി തന്നെ നമ്മുടെ അന്തസ്സും അഭിമാനവും ഒക്കെ കൂടും. രാമ രാമ രാമ. എന്റെ മോൻ ആരുടെയും കണ്ണുപറ്റാതിരിക്കട്ടെ. അല്ലെങ്കിൽ എന്റെ മോൻ ആരാ? സാക്ഷാൽ ശ്രീരാമനല്ലേ? ഇത് നോക്കി, എങ്ങനെയുണ്ട്? ഇത്രയും വില കൂടി സാരിയോ? 2 ലക്ഷം രൂപയോ? 2 ലക്ഷത്തിന്റെ സാരിയോ? എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് പറ്റിയതാണെന്ന് തോന്നിയാ പിന്നെ അതിന്റെ വില നോക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ എവിടെ എന്റെ ഇഷ്ടമോളോ? എവിടെ? ഹാപ്പി അല്ലേ മോളെ? പിന്നെന്താ? എന്നാ ശരി, മോള് പോയി റെസ്റ്റ് എടുത്തോ. വൈകുന്നേരം ഹൽദിയൊക്കെ നമുക്ക് ഗംഭീരമാക്കട്ടെ. എന്നാ ശരി. താങ്ക് യു എന്റെ കൃഷ്ണ. എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എനിക്ക് എന്നെ പോലെ തന്നെ IAS ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയല്ലേ നീ തന്നത്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്തായി ചെയ്തത്? ഞാൻ മരുന്ന് പൊട്ടി തരാം. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പോയാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇന്നലെ ആ വളയുടെ പ്രശ്നത്തില് ഞാൻ ജാനകി ആന്റിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മരുമോളെ, ഇന്ന് വീട്ടില് എന്റെ ചെറിയ മോളെ കാണാൻ പയ്യന്റെ വീട്ടുകാർ വരിക. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് നേരത്തെ പൊയ്ക്കോട്ടെ. എന്തു പറ്റി? സന്തോഷ വാർത്ത വല്ലതാണോ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. നോക്കി,
ജാനകി ആന്റി എവിടെ? അവർ വീട്ടിലേക്ക് പോയി. ആണോ? ഇതൊന്ന് അവർക്ക് കൊടുക്കൂ. അവർക്ക് വിഷമമായിരിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നേരിട്ട് സോറി പറയായിരുന്നു. ദിവസം മുഴുവൻ പണി ചെയ്ത് നടുകൂടിയുന്ന നമ്മുടെ ഇവരുടെ സ്നേഹവും പണവും സരളാന്റിക്ക് മാത്രമേ കിട്ടൂ. അപ്പൊ ഇനിയാ ശരിക്കുള്ള രസം. ഇനി ഒട്ടും വൈകാതെ ഞാൻ ഈ വീട്ടിലെ ഹെഡ് ഓഫ് സർവന്റ് ആകും. ജാനകി ഇനി മുതൽ ഞാൻ പറയുന്നത് കേട്ടു നിൽക്കും. അതോടുകൂടി അവളുമായിട്ടുള്ള എല്ലാ കണക്കും ഞാൻ തീർത്തിരിക്കും. ആ ജാനകി ചേച്ചി, ഒരു മിനിറ്റ്. ഓഹോ, എന്താടി പുറകെ വിളിക്കുന്നേ? നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ, അപ്പോഴേക്ക് നീ വിളിച്ചില്ലേ? വെറുതെ വിളിച്ചതല്ല, ഇഷക്കുഞ്ഞ് നൽകിയ സമ്മാനം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാ. ഇതാ കുട്ടി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി തന്നതാ. പെട്ടെന്ന് എന്താ മഹാറാണിക്ക് എന്നോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം? എന്തു പറ്റി ജാനകി ചേച്ചി? അതെ, നിനക്ക് നിന്റെ പണി അങ്ങ് നോക്കിയാ പോരെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ നിക്കണ്ട. ഇങ്ങെടുക്ക്, പോയി ജോലി എന്താന്ന് വെച്ചാ നോക്ക്. എന്റെ അമ്മേ, എന്റെ കാല്, എന്റെ ഭഗവാനെ. രാമ രാമ രാമ, ഈശ്വരന്റെ പ്രാർത്ഥന കേട്ടു. നീ അമ്മയാകാൻ പോകുന്നു. കണ്ടോ, എന്റെ വഴിപാടുകളൊന്നും വെറുതെ ആവില്ല. നിന്റെ വയറിൽ ഭഗവാൻ വന്നില്ലേ? ഇരിക്ക്, നോക്ക്. ഡോക്ടർമാരുടെ മരുന്നൊന്നും വേണ്ട, ആവശ്യമില്ലാതെ ചുറ്റിക്കറക്കലും വേണ്ട. ഒരു കാര്യം മാത്രം പറയാം, ഈ കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയാൻ പാടില്ല, കേട്ടല്ലോ? ഞാൻ നിനക്ക് പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന ലഡ്ഡു കൊടുത്തേക്കാം, കഴിച്ചോളണം. രാമ 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 രാമ. താങ്ക് ഗോഡ്. ഇനി എല്ലാവർക്കും സന്തോഷായിരിക്കും. അമ്മ, ഈ സാരി ശരിക്കും അടിപൊളിയായിട്ടുണ്ടല്ലോ. ആന്നേ, ആ തലതെറിച്ച പെണ്ണുണ്ടല്ലോ, ആ മഹാറാണി തന്നതാ. എന്ത് മനസ്സിൽ വെച്ചിട്ടാണോ എന്തോ തന്നത്. ആ പോട്ടെ, എന്തായാലും മറ്റൊരു വീട്ടിൽ മരുമകളായി പോകുന്നതിന് മുമ്പ് മുതിർന്നവരോട് മര്യാദ കാണിച്ചല്ലോ. അല്ലമ്മേ, നിങ്ങൾ ഇത്രയ്ക്കും സുന്ദരിയാണെങ്കിൽ ഇനിയിപ്പോ പയ്യന്റെ അച്ഛനങ്ങനെ നിങ്ങളെ കണ്ടുവച്ചാലോ? പോടി, പെണ്ണിന്റെ ഒരു നാക്ക്. ഞങ്ങളുടെ സുന്ദരിയായ അമ്മയ്ക്ക് ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ. ഈ പ്രായത്തിലും തള്ളയ്ക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആഗ്രഹം. ഈ സാരിയൊക്കെ എനിക്ക് കിട്ടണമായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ എന്നെ കാണാൻ എന്ത് ഭംഗിയായിരുന്നേനെ. അതെ അമ്മേ, ഈ കാണുന്ന സാരിയുടെ വിലയാണോ? പിന്നല്ലാതെ, ഇതിന്റെ കവറിൽ ഇതിന്റെ വിലയല്ലാതെ. 2 ലക്ഷത്തിന്റെ സാരിയോ? എന്നാലും ഇത്ര വില പിടിച്ച സാരി അവർ നമുക്ക് തരുമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മിക്കവാറും ഇത് ഒറിജിനൽ സാധനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ആയിരിക്കും. നമസ്കാരം, നമസ്കാരം. വരൂ വരൂ വരൂ. അവര് വന്നു. അവരെല്ലാരും വന്നു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. അതാ അതെടുത്ത് കഴിക്കുന്നേ, എന്തെങ്കിലുമൊക്കെ എടുക്കൂ. ആ, അതാ ചായ വന്നല്ലോ. നിങ്ങളുടെ സാരി നല്ല ഭംഗിയുണ്ടല്ലോ. എന്തായാലും ഇത് കൊടുത്തതുകൊണ്ട് കുറച്ചൊക്കെ വില വെക്കുന്നുണ്ട്. ചായ മാത്രം കുടിച്ചാ പോരാ, പലഹാരങ്ങൾ അതെ, അതെ, എടുക്കൂ, എല്ലാം എടുത്ത് എടുത്ത് കഴിക്ക്. കഴിക്ക്. ഞാൻ നിങ്ങൾക്ക് കമ്പനി തരാം. ആ, അയ്യോ അച്ഛാ, എന്താ അച്ഛാ അത്? ഇതിന് നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രി കിടക്കുമ്പോ നല്ലപോലെ ചുമക്കുന്ന കേട്ടു. ഇനി ഇത് കുടിച്ച് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കണം. അത് ശരിയാ. ശരി, ഞാൻ കുടിക്കുന്നില്ല, പോരെ.
ആ മോനൊരു കാര്യം ചെയ്യും. ആ നന്ദുലാലിന്റെ സ്വീറ്റ് കടയില്ലേ, അവിടെ ചെന്ന നല്ല ചൂടുള്ള സമോസ കിട്ടും, നന്നായിരിക്കും. അല്ല അച്ഛ, ആ കട ഒരുപാട് ദൂരെയല്ലേ? ആ അതിനെന്താ, നീ പോയിട്ട് വാ. ശരി, പോയിട്ട് വരാം. അതൊക്കെ പൊട്ടണേ. ഇല്ല, അവൻ വാങ്ങിട്ട് വരും. നന്നായിരിക്കുന്നു ചേട്ടാ. നിങ്ങൾ മക്കളെയൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. നിങ്ങളൊരു ഭാഗ്യവാൻ തന്നെയാ. അതല്ലേ ഇങ്ങനൊരു മോനെ കിട്ടിയിരിക്കുന്നേ. ഞാൻ മകനല്ല, എന്റെ ശിക്ഷ, കഴിഞ്ഞ ജന്മം ചെയ്ത പാപങ്ങളുടെ ശിക്ഷ. ആളുകൾ എന്നെ കുറിച്ച് എന്തൊക്കെ പറയും, നല്ല സംസ്കാരവും മര്യാദയും പഠിപ്പിച്ചിട്ടില്ലെന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ ലേറ്റ് ആയാലോ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. കൂൾ ഡ്രിങ്ക്സ് കുടിക്കാത്തത് നന്നായി. നമുക്ക് ചേരാത്ത വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കണം. അല്ല, നിങ്ങൾ ചായ കുടിക്കൂ, എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കൂ പ്ലീസ്. അയ്യോ, എന്റെ സാരി എവിടെ? എടാ അവിടെ നോക്ക്. നിങ്ങളൊക്കെ എന്താ അവിടെ ചെയ്യുന്നേ? ഇവിടേക്ക് നോക്ക്. നീ അവിടെ പോയി നോക്ക്. അയ്യോ, എത്ര വില പിടിപ്പുള്ള സാരിയത്. എന്റെ മോൻ എന്താഗ്രഹിച്ച് വാങ്ങിയതാ. ഒന്ന് തുറന്നു പോലും നോക്കിയിട്ടില്ല ഞാൻ. നിങ്ങൾ എന്തായി കാണിക്കുന്ന ഒന്ന് നോക്ക്. ഒന്ന് സമാധാനപ്പെട്. നമുക്ക് CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പോരെ, ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. ഞങ്ങളുടെ മകള് വളരെ നല്ല സ്വഭാവക്കാരിയാ. നിങ്ങളുടെ വീട്ടിൽ വന്നാലേ അവൾ നിങ്ങളിൽ ഒരാളായി മാറും. നിങ്ങൾ പോലും അറിയില്ല. നിങ്ങളുടെ മോനെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വാസ്തവം പറഞ്ഞാൽ ഇവര് തമ്മിൽ വളരെ നല്ല ചേർച്ചയാ. ഞങ്ങൾക്കും റിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എത്ര നന്നായിട്ടാ മോളെ വളർത്തിയിരിക്കുന്നേ. അമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെയാ മോളും. പക്ഷെ ഇവളുടെ അമ്മ പേരും കള്ളിയാ. മുതലാളിയമ്മേ, അല്ല, എന്ത് പറ്റി? എന്താ കാര്യം? നിങ്ങൾ വിടൂ. എന്താ കാര്യം പറയൂ. സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എന്റെ പട്ടി വരും. എന്റെ സാരി എടുത്ത് മോഷ്ടിച്ച് കടന്നു കളഞ്ഞിട്ട് അതോടത്ത് മര്യാദ കരിയിട്ടിരിക്കാം. നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ടായതാണ്. അങ്ങനെ തോന്നിയ പോലെയൊന്നും ചേട്ടത്തെ കുറ്റം പറയാൻ കഴിയില്ല. ആരാണ് തോന്നിയപോലെ പറയുന്നേ? ഇവള് സാരി കട്ടോണ്ട് പോണ കണ്ടിട്ട് ഞങ്ങള് കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാ പറയുന്നേ. നിങ്ങൾ 1 വർഷം അധ്വാനിച്ച് കിട്ടുന്ന തുകയുണ്ടല്ലോ, അതിനേക്കാളും എത്രയോ വലുതാ ഈ സാരിയുടെ വില. അയ്യോ, അമ്മ സാരി മോഷ്ടിച്ചെന്നോ? പിന്നല്ലാതെ മനുഷ്യന്മാര് സ്വപ്നത്തിൽ പോലും അവനവന്റെ വില കളഞ്ഞ് കളിക്കരുത്. പലരും പറയുന്നത് ശരിയാ. വേലക്കാരികളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. വിടല്ലേ? മാറാൻ ഇനി ഇവിടെ ദേഹത്തോട്ട് വരുന്നു. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പോണം. എന്റെ ചേട്ടത്തി ഇപ്പൊ ഈ നിമിഷം നിങ്ങളുടെ വീട്ടിലെ ജോലി നിർത്തിയിരിക്കുന്നു. ഇപ്പൊ അവര് നിങ്ങളുടെ ജോലിക്കാരി വരാ, നിങ്ങൾ അവരുടെ മുതലാളി വരാ. ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്റെ ഈശ്വര, ഒരു അമ്മയുടെ സ്വഭാവം ഇതാണെങ്കിൽ അവരുടെ മോളുടെ സ്വഭാവം എന്തായിരിക്കും? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇവളെ മരുമകളാക്കാൻ ഇനി സമ്മതമല്ല.
അല്ല അങ്ങനെയല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് സ്ത്രീകൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, ശരിയെന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയരുത് സാർ. നിങ്ങളെങ്കിലും ഒന്ന് പറയൂ, നിങ്ങൾക്കറിയാലോ. മതി മതി, നോക്കൂ, നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ ഞാൻ ഇവര് പറയുന്ന പോലെയൊന്നും അല്ല. ഇവര് തെറ്റായ ആരോപണങ്ങളാ പറയുന്നത്. ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവള് വളരെ നല്ല കുട്ടിയാ. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. നിങ്ങൾ കൂടെ വരുന്നുണ്ടോ? അയ്യോ, സാർ പറയുന്നത് നിങ്ങൾ പറയുന്നത് കേക്ക്. സാർ ഞാൻ അയ്യോ, പറയാം സാർ. പോലെ. സാർ, നമുക്ക് സംസാരിച്ച് തീർക്കാന്നുള്ളൂ സാർ. ഞങ്ങളൊരു പറയൂ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീവിതമല്ലേ സാർ. സാർ നമ്മൾ അയ്യോ. തീരുമാനിച്ച കാര്യമല്ലേ സാർ. ആരെ ഒളിപ്പിക്കാൻ നോക്കിയാലും ഈശ്വരന്റെ കണ്ണിന് രക്ഷപ്പെടില്ലടി. മോഷ്ടിച്ചോണ്ട് വന്നപ്പോ സങ്കടവും തോന്നിയില്ലല്ലോ. ഇപ്പൊ എന്തിനാടി കണ്ണീരൊളിപ്പിക്കുന്നേ? എണീക്കോട്ട്, എണീക്കും, എണീക്കും. അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നെ? വിട്. അമ്മ. ഇവിടെ എന്തിനാ കാഴ്ച കാണാൻ നിൽക്കുന്നേ? പൊയ്ക്കേ ഇവിടുന്ന്. പോ. ഓ, എല്ലാരും പോയേ. എന്തൊരു അക്ഷമ ഇത്, എന്റെ കല്യാണ പെണ്ണെ. ഈ അക്ഷമ ഇല്ലാതാക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഡോക്ടറെ തന്നെ വിളിക്കേണ്ടി വരും. എന്താ വിളിക്കണോ? അത് വിട് ചേട്ടത്തി. ചേട്ടത്തി ഇന്ന് പതിവില്ലാതെ നല്ല സന്തോഷത്തിലാണല്ലോ. എന്തെങ്കിലും വിശേഷമുണ്ടോ? പറഞ്ഞതുപോലെ ഒരു കാര്യം ഞാൻ പറയാം. ഈ കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത്. അത് എന്റെ ഒരേ ഒരു നാത്തന്റെ കല്യാണമല്ലേ. ഞാനല്ലാതെ പിന്നെ ആരെ സന്തോഷിക്കാനാ? അതാ ആള് വന്നല്ലോ. നിക്ക് നിക്ക്, എങ്ങോട്ട് എങ്ങനെ ക്ഷമയില്ലാതെ ഓടുന്നേ? ഹൽദിയൊക്കെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം. അതുകൊണ്ട് വേണം ഈ റാണിയെ അലങ്കരിക്കാൻ. നിന്റെ നേരം തന്നെ മാറുമല്ലോ. വരൻ. രാവിലെ ഇല്ലേ ഞാൻ ഇവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തത്? എന്നിട്ടും കിടന്ന് തുള്ളുന്നാടില്ലേ? പറഞ്ഞ ഒരു അനുസരണ ഇല്ല. വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. മതി 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 മതി, ധാരാളമായി. ആട്ടും പാട്ടും ഒക്കെ ഇവര് ചെയ്തോട്ടെ. നിങ്ങൾ പോയി ഹൽദിക്ക് തയ്യാറാവും. ചെല്ല് ചെല്ല്. ഇന്ന് മുതൽ നിന്റെ ചാട്ടവും തുള്ളലും ഒക്കെ ഇവിടെ നിർത്തിക്കൊള്ളണം. മനസ്സിലായോ? ഒരു കാര്യം നീ നല്ലതുപോലെ ഓർമ്മ വെച്ചോ. ഈ വയറ് നിന്റേതാണെങ്കിൽ ഇതിനകത്ത് വളർന്നു വരുന്നത് ഈ കുടുംബത്തിന്റെ അവകാശിയാ. അതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായോ? മനസ്സിലായി. ചെല്. രാമ 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 രാമ. ഡേ, ഇങ്ങോട്ട് വന്നേ. ഇത് പിടിച്ചേ. ഇതിനെ നല്ല ഗംഗാജലത്തിൽ കഴുകി ഇസ്തിരി ഇടാൻ കൊടുത്തേക്കണം. ആ പേരും കള്ളി ജാനകി ഇതിട്ടത് കൊണ്ട് ആകെ അഴുക്കായി പോയി. മനസ്സിലായല്ലോ? രാമ 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 രാമ. വല്യമ്മേ, എന്താ സംഭവിച്ച?
ഇതെല്ലാം ഐഷ കാരണം ഉണ്ടായത്. അന്നൊരിക്കൽ അബദ്ധത്തിൽ എന്റെ കയ്യിൽ നിന്ന് അവളുടെ വളകൾ വീണ് പൊട്ടിയിരുന്നു. അതിന് പകരം വീട്ടാൻ അവൾ മനഃപൂർവ്വം ചെയ്ത പണിയായത്. അവള് കാരണം ഞാൻ ഇന്ന് അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കേണ്ടി വന്നു. എന്റെ ഭഗവാനെ, ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെട്ടതുപോലെ, കല്യാണം മുടങ്ങി എന്റെ മോള് ദുഃഖിച്ചതുപോലെ അവളും ദുഃഖിക്കാൻ ഇടവരണം. അവൾ ആഗ്രഹിച്ച ജീവിതമൊന്നും ഒരിക്കലും അവൾക്ക് കിട്ടാൻ പാടില്ല. എന്റെ അഭിമാനം നഷ്ടപ്പെട്ടതുപോലെ, എന്റെ മോൾക്ക് ഈ നാണക്കേട് സഹിക്കേണ്ടി വന്നതുപോലെ നാളെ അവൾക്കും ലോകത്തിന് മുന്നേ ഇതുപോലെ സഹിച്ചു നിൽക്കേണ്ടി വരണം. എങ്കിലേ ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് അവൾക്കും അറിയാൻ പറ്റും. നീയോ? നീ എന്താ ഇവിടെ? ഒരാളുടെ മുറിയിലേക്ക് വരുമ്പോ മിനിമം വാതിൽ തട്ടിയിട്ട് കയറാനുള്ള മാനേഴ്സ് എങ്കിലും കാണിക്കണം. എനിക്ക് പറയുന്നത് കേട്ടോ. നീ കേട്ടോ? എന്താ നിന്റെ പ്രശ്നം? മര്യാദയ്ക്ക് പോയി ഇവിടുന്ന്. ചേട്ടത്തി, ചേട്ടാ, അച്ഛാ. ഒരു അക്ഷരം മിണ്ടരുത്. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നോക്ക മാത്രല്ല, ആലോചിക്ക. ഇത്ര നിഷ്കളങ്കമായ മുഖം ഉണ്ടായിട്ടും നീ ഇത്രയ്ക്ക് മര്യാദ കെട്ടവളായി പോയത് എങ്ങനെയാണ്? എന്താ പറഞ്ഞേ? പിന്നെ പിന്നെ ഒന്നും അറിയാത്ത പോലെ പെരുമാറിയ ഇനിയും നീ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ജീവിതം നിനക്ക് മതിയായില്ലേന്ന്? ആ, എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് നീ കുഞ്ഞായിരുന്നപ്പോ തന്നെ ദൈവം നിന്റെ അമ്മയെ നേരത്തെ മുകളിലോട്ട് വിളിച്ചതെന്ന്. എന്നാൽ ദൈവത്തിന്റെ തീരുമാനം കറക്റ്റ് ആയിരുന്നു. ഒരു കണക്കിന് നിന്റെ അമ്മ നേരത്തെ മരിച്ചു പോയത് വളരെ നന്നായി. ഒരുപക്ഷെ ആ സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ നിന്റെ വൃത്തികെട്ട ചീപ്പ് പ്രവൃത്തികൾ കണ്ടിട്ട് അവര് നീറി നീറി മരിക്കും. എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പൊ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? എന്റെ സ്വന്തം അമ്മയെ പോലെ കരുതുന്ന വല്യമ്മയെ എന്തിനാണ് നീ അപമാനിച്ചത്? അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? നിനക്കിപ്പോ സംഭവിക്കുന്നൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാ. അതൊക്കെ നീ ഓർമ്മിക്കുന്നുണ്ട്.